വലിയൊരു ജീവിത സത്യമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്, അല്ലേ? കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളാണുള്ളത്. ചിലരുടെ സാഹചര്യങ്ങൾ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ്, ചിലരുടേത് വളരെ പിന്നോട്ട് നിൽക്കുന്നതുമാണ്. പക്ഷേ ഈ രണ്ട് കൂട്ടർക്കും സന്തോഷിക്കാനായി കുറേ കാര്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ആ ഒരു സന്തോഷങ്ങൾ എന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അറിയുവാനോ ശ്രമിക്കാതെ പോകും. അതെന്താണെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല എന്ന് കരുതിക്കൊണ്ട് വെറുതെ വിഷമിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഉണ്ട്. അതിപ്പം ഏതോ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരുടെ കാര്യമായാലും അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞതാണ്, എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ആ ഉള്ളത് എന്തെല്ലാമാണോ ആ ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനാണെങ്കിൽ അതിനെ സമയം കാണുള്ളൂ. പിന്നൊന്നെന്ന് പറയുന്നത് കുറ്റങ്ങൾ. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്കതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല, നമുക്ക് സന്തോഷിക്കാൻ സമയം കിട്ടില്ല. എപ്പോഴും എന്താണ്, ഇത്തരത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അന്വേഷിക്കേണ്ടതായിട്ട് ഒന്നുമില്ല, അല്ലേ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സന്തോഷത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, ഇവയെല്ലാം നമ്മൾ തിരിച്ചറിയണം. അയ്യോ, എനിക്ക് അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എൻ്റെ ജീവിതം അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്ന് കരുതുമ്പോൾ, അങ്ങനെ കരുതി വിഷമിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ആലോചിക്കുക. നമ്മൾ ഈ വിഷമിക്കുന്ന കുറേ കാര്യങ്ങൾ അത് പലരുടെയും വിഷമങ്ങളിൽ പെടും. ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നവർ കാണും, ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ കാണും, അല്ലേ? എല്ലാവർക്കും എന്തായാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനൊരു മാറ്റവുമില്ല. ചിലപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നും. കണ്ടോ, അവരുടെ ജീവിതം കണ്ടോ, ഇപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ മാറ്റി വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. ജീവിതത്തിലാവും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അതിനെ തരണം ചെയ്യുന്നതാണ് നമ്മുടെ വിജയം. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല, അമിതമായി വിഷമിക്കേണ്ടി വരില്ല. ദുഃഖങ്ങൾ സർവ്വസാധാരണമാണ്. അതിനിടയിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ആ സന്തോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതിൽ നമ്മൾ തൃപ്തരാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യങ്ങളിലും തൃപ്തരായിട്ടിരിക്കാൻ കഴിയുകയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? ജീവിതത്തിൽ ഇപ്പം നമുക്ക് പണത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളതിരിക്കട്ടെ, പക്ഷേ ആ ഒരു പ്രശ്നം വലുതായിട്ട് നിൽക്കുമ്പോൾ അതിന് എതിരായിട്ട് നമുക്ക് ഒരുപാട് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം കാണും. പണത്തിനെ ഇത്തിരി കുറവുള്ളൂ, ബാക്കിയെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ ഇച്ചിരി വരുമാന പ്രശ്നം ഉണ്ടെങ്കിലും
ഭർത്താവും ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുട്ടികളും കുഴപ്പമില്ല, അവർ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വളരുന്ന കുട്ടികളാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് മതിയല്ലോ അല്ലേ. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് സമ്പാദിക്കണമെന്നില്ല. അവരുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ നമ്മൾ സഹായിക്കുക. എന്നിട്ട് അവർ നാളെ നമുക്ക് ഈ സഹായത്തിനുള്ള പ്രത്യുപകാരം എന്ന് പറയാം, അതൊരു വാക്കുകൊണ്ട് മാത്രം സൂചിപ്പിക്കാം, നമ്മളെ തിരിച്ചും സഹായിച്ചിരിക്കും. അവരുടെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങൾ എന്തെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക, ആ സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും. കൂടുതൽ ചിന്തകളും അധികം ടെൻഷനുകളും ആലോചനകളും ഇങ്ങനൊന്നും വേണ്ട. നമുക്ക് ഈശ്വരൻ ഇന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ, സന്തോഷിക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ആ ഒരു ചെറിയ കാര്യം പോലും കിട്ടാത്ത ജീവിതങ്ങളുണ്ടാവാം എന്ന് കരുതുക. അപ്പം കിട്ടിയ കുറേ സന്തോഷങ്ങളിൽ സംതൃപ്തരായിരിക്കൂ. ജീവിതം ആഘോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കട്ടെ.